ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ നമുക്ക് എയിംസിൻ്റെ എക്സാം വരികയാണല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ള മോഡൽ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഓരോ ഫാർമക്കോളജി സബ്ജക്റ്റിലെ ഓരോരോ സെക്ഷൻ തിരിച്ചാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഫാർമക്കോഗ്നോസിലും കുറച്ച് പ്രസൻറ്റേഷൻസും ഇട്ടിട്ടുണ്ട്. സോ നിങ്ങളത് പോയി കാണാത്തവർ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. അതിന് മുന്നേ തന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ സ്റ്റെബിലൈസർ ഇൻ ഡൈഇഥൈൽ ഈതർ. ഓക്കെ, ഡൈഇഥൈൽ ഈതറിൽ സ്റ്റെബിലൈസറായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ്. ക്ലോറോക്രസോൾ, പ്രൊപ്പൈൽ ഗാലേറ്റ്, ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ്, സോഡിയം മെറ്റാബൈ സൾഫേറ്റ്. സോ ഡൈഇഥൈൽ ഈതറിൽ നമ്മൾ സ്റ്റെബിലൈസറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊപ്പൈൽ ഗാലേറ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഫോർ ഹാലോജിനേറ്റഡ് ഹൈഡ്രോകാർബൺ ടൈപ്പ് ഓഫ് ജനറൽ അനസ്തറ്റിക് ഡ്രഗ് ഈസ് ഹാലോത്തേൻ, ഡൈഇഥൈൽ ഈതർ, സൈക്ലോപ്രൊപ്പൈൻ, തയോപെൻറ്റോൺ. സോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഹാലോജിനേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ടൈപ്പ് ഓഫ് ജനറൽ അനസ്തറ്റിക് ആണ് അല്ലേ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ആൻസർ ചെയ്യാം. ഹാലോത്തേൻ ആണ് വരിക. ഇത് രണ്ടും ഹാലോജിനേറ്റഡ് അല്ല. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ബാർബിറ്റുറേറ്റ് ഡെറിവേറ്റീവ്സ് ആണ് തയോപെൻറ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് എ amide type of local anesthetics. കൊക്കെയിൻ, പ്രൊക്കെയിൻ, ബെൻസോക്കെയിൻ, ലിഗ്നോക്കെയിൻ. സോ നമ്മൾ ഓൾറെഡി ലോക്കൽ അനസ്തെറ്റിക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈസി ആയിട്ടുള്ള കോഡുകളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അതിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു അമൈഡ് ടൈപ്പും എസ്റ്റർ ടൈപ്പും കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഈസി വേ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. അമൈഡ് ടൈപ്പിൽ എപ്പോഴും എന്താണ് 2 ഇംഗ്ലീഷ് ലെറ്റർ ഐ ഉണ്ടായിരിക്കും അല്ലേ. അല്ലെ എന്താണ്, പിന്നെ എസ്റ്റർ ടൈപ്പിലാണെങ്കിൽ ഒരു ഐ ആയിരിക്കും ഉണ്ടാവുക. അമൈഡ് ടൈപ്പാണ് 2 ഐ പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു കോഡ് വെച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. സോ നമ്മൾ ഇത് നോക്കുമ്പോൾ നമുക്ക് ഏതാണ് ലിഗ്നോക്കെയിൻ ആണ് വരിക അല്ലേ. ഇത് ഈസി ആയിട്ട് ഓർക്കാനുള്ളൊരു കോഡാണ്. നിങ്ങൾ പഠിച്ച് വയ്ക്കാൻ പറ്റുന്നവർ പഠിച്ചിനെ വയ്ക്കുക. നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്ന ടോക്സിക് എഫക്ട്സ് ഓഫ് ഐസോനിയാസിഡ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ അഡ്മിനിസ്ട്രേറ്റിംഗ് വിത്ത് പിരിഡോക്സിൻ, ഫോളിക് ആസിഡ്, നിക്കോട്ടിനിക് ആസിഡ്, പാന്തോതെനിക് ആസിഡ്. സോ ടോക്സിക് എഫക്റ്റ് ഓഫ് ഐസോനിയാസിഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ദാറ്റ് ഇസ് പെരിഫറൽ ന്യൂറൈറ്റീസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു 10 mg/day വെച്ച് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡ്രഗാണ് ദാറ്റ് ഇസ് പിരിഡോക്സിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ബെൻസോഡയസെപ്പിൻ ഓവർ ഡോസേജ് ഈസ് ട്രീറ്റഡ് വിത്ത്. ഓക്കെ, ഓപ്ഷൻ എസ് ഫ്ലുമാസെനിൽ, ഫ്ലൂപെൻതിക്സോൾ, ഫ്ലൂഫെനാസിൻ, ഫ്ലൂട്രോകോർട്ടിസോൺ. സോ ബെൻസോഡയസെപ്പിൻ്റെ ഇതിൽ നമുക്കറിയാം അതിൻ്റെ ഓവർ ഡോസേജിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ഏതാണ്? ഫ്ലുമാസെനിലാണ്. ഓക്കെ, സോ ഇത് കൺഫ്യൂഷൻ ഫ്ലൂ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും അങ്ങനെ പാടില്ല. ഫ്ലുമാസെനിലാണ് വരിക. പിന്നെ ബെൻസോഡയസെപ്പിൻ എന്താണ് ബെൻസോഡയസെപ്പിൻ അഗോണിസ്റ്റ്, ഇൻവേഴ്സ് അഗോണിസ്റ്റ് ഏതാണ്? ദാറ്റ് ഇസ് ബീറ്റ കാർബോലിൻ. അത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇൻ വിച്ച് കാറ്റഗറി ഓഫ് ദ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ് ക്ലോർപ്രൊമസിൻ ബിലോങ്സ് ടു. സോ ക്ലോർപ്രൊമസിൻ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. ബ്യൂട്ടൈറോഫിനോൺ, ഫിനോതയസിൻ, തയോസാന്തിനിസം, എൻഡോൾ ഡെറിവേറ്റീവ്സ്. സോ നിങ്ങൾക്കെല്ലാം അറിയാം, ക്ലാസിഫിക്കേഷൻ പഠിച്ചത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫിനോതയസിൻ ആണ് വരിക അല്ലേ. അടുത്തെന്താണ്? ഡ്രഗ് യൂസ്ഡ് ടു ട്രീറ്റ് ഫിലേറിയാസിസ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആൽബൻഡസോൾ, മെബൻഡസോൾ, തയബെൻഡസോൾ, ഡൈഇഥൈൽ കാർബസിൻ സിട്രേറ്റ്. സോ ഇതിന് ആൻസർ എന്താ വരിക? ഡൈഇഥൈൽ കാർബസിൻ സിട്രേറ്റ് ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ആൽക്കലോയിഡ് ഡ്രഗ് ഈസ് യൂസ്ഡ് ആൻറ്റികൊളിനെസ്ട്രേസ് ഏജൻറ്റ് ഈസ്. സോ ആൻറ്റികൊളിനെസ്ട്രേസ് ഏജൻറ്റുമാണ്, അതിൻ്റെ ഒപ്പം ഒരു ആൽക്കലോയിഡ് ഡ്രഗും കൂടിയാണ്. ഓക്കെ, പിരിഡോസ്റ്റിക്മിൻ, നിയോസ്റ്റിക്മിൻ, ഫൈസോസ്റ്റിക്മിൻ, എഡ്രോഫോണിയം. സോ ഇതിന് ആൻസർ ഏതാണ് വരിക? ദാറ്റ് ഇസ് ഫൈസോസ്റ്റിക്മിൻ. സോ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾമോസ്റ്റ് ഫാർമക്കോളജി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ നമ്മൾ വീഡിയോയിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് എക്സാമിൻ്റെ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ വീഡിയോസ് കാണാത്തവരൊക്കെ പോയി കാണുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് എല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിച്ച് വൈറ്റമിൻ ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ബെറി. ഓക്കെ, ബെറി പിരിഡോക്സിൻ, റൈബോഫ്ലേവിൻ, നിക്കോട്ടിനിക് ആസിഡ്, തൈമിൻ. സോ ബെറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബെറി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് വൈറ്റമിൻ ആണ്? തൈമിൻ ആണ് യൂസ് ചെയ്യുക അല്ലേ. തൈമിൻ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ B1 ആണ് തൈമിൻ അല്ലേ. നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് വൈറ്റമിൻ ആണ് വരിക? വൈറ്റമിൻ B3 ആണ് അല്ലേ. നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വൈറ്റമിൻ B3 ആണ് വരിക. അതിൽ B3 ആണ് വരിക. B3 ഓക്കെ. B2 എന്നുള്ളതാണ് ദാറ്റ് ഇസ് റൈബോഫ്ലേവിൻ, പിരിഡോക്സിൻ, വൈറ്റമിൻ B6 ആണ് വരിക. സോ ഓരോ ടൈപ്പ് ഓഫ് വൈറ്റമിൻസ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക. അതിൻ്റെ റിങ്ങുകൾ പ്രസൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കി വെക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ആക്റ്റീവ് ഫോം നോക്കണം, ഡെഫിഷ്യൻസി ഡിസീസ് നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ. ഓൾമോസ്റ്റ് എപ്പോഴും ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വൈറ്റമിനിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതിലാണ് നമുക്ക് അറിയാം വൈറ്റമിൻ B6 അല്ലേ. B6ൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ് നമ്മൾ പഠിച്ചത്? ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്. ദാറ്റ് ഇസ് പിരിഡോക്സിൻ്റെ അതുകൊണ്ട് നമുക്കറിയാം ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോസൈറ്റിക് അനീമിയാണ് വരിക. ഓക്കെ,
മൈക്രോസൈറ്റിക് അനീമിയ. റൈബോഫ്ലേവിൻ്റെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി കൊണ്ടാണ് നമ്മൾ ഏതാണ് ഉണ്ടാകുന്നത്, ദാറ്റ് ഇസ് ചിലോസിസ്. നമുക്ക് പഠിച്ചിട്ടുണ്ട് ചിലോസിസ്, അതുപോലെ എന്താണ് ചിലോസിസ്, ഗ്ലോസൈറ്റിസ് ആൻഡ് ഓൾസോ ഡെർമറ്റൈറ്റിസ്. അതാണ് ഒരു ഓക്കെ. നിക്കോട്ടിനിക് ആസിഡിൽ വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് ആണ് ദാറ്റ് ഇസ് പെല്ലഗ്ര. ഓക്കെ, അതൊക്കെ ഓർത്ത് വയ്ക്കാം. അതുപോലെ എല്ലാത്തിനും നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. അതുപോലെ തന്നെ ഏത് റിംഗ് ആണെന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇപ്പോൾ റൈബോഫ്ലേവിൻ B2 ആണെങ്കിൽ ഐസോ അലോക്സാസിൻ റിംഗാണ് വരിക. ഓക്കെ, സോ അതിൻ്റെ ആക്റ്റീവ് ഫോമാണ് FMN FAD എന്നുള്ളത്. അതുപോലെ വൈറ്റമിൻ B3 നിക്കോട്ടിനിക് ആസിഡിൻ്റെ റിംഗ് ഏതാണ്, പിരിഡിൻ 3 കാർബോക്സിലിക് ആസിഡ്. NAD+ഉം NADP+ ആണ് അതിൻ്റെ ആക്റ്റീവ് ഫോമായിട്ട് വരിക. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും അതിൻ്റെ ഒരു റിംഗ് സ്ട്രക്ചർ നോക്കുക, ആക്റ്റീവ് ഫോം നോക്കിയിട്ട് പോവുക, അതിൻ്റെ യൂസസും നോക്കുക. ഓക്കെ, അതുപോലെ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളത് കമൻറ്റ് ചെയ്യുക താഴെ. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? സൺഷൈൻ വൈറ്റമിൻ. ഓക്കെ, സൺഷൈൻ വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? പ്ലീസ് കമൻറ്റ്. ഓക്കെ, സോ കമൻറ്റ് ചെയ്യുക ഏതാണ് സൺഷൈൻ വൈറ്റമിൻ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ K ഒക്കെ ഇല്ലേ, K പഠിക്കുമ്പോൾ 3 ഫോം ഉണ്ടല്ലോ, K1 K2 K3. അത് നോക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, റിങ്ങുകൾ നോക്കിയിട്ട് പോവുക, അപ്പോൾ എല്ലാവരുടെ ഡിസീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക കേട്ടോ. സോ എല്ലാം വൈറ്റമിൻ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ഇത്രയും കാര്യം ഇമ്പോർട്ടൻറ്റ് നോക്കുമ്പോൾ വൈറ്റമിൻ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്തായാലും ഇതൊക്കെ നോക്കിയിട്ട് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ആൻ എക്സാമ്പിൾ ഫോർ 8 അമിനോ ക്വിനോളിൻ ഡെറിവേറ്റീവ് ഈസ് യൂസ്ഡ് ഇൻ ദ ആൻറ്റിമലറി ഡ്രഗ്സ്. ഓക്കെ, സോ ആൻറ്റിമലറി ഡ്രഗ്സിൻ്റെ കാറ്റഗറി നിങ്ങൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ അതിൽ ഏതാണ് 8 അമിനോ ക്വിനോളിൻ ഡെറിവേറ്റീവ് വരുന്നത്? ക്ലോറോക്വിൻ, പ്രൊമാക്വിൻ, പ്രൊഗ്വാനിൻ, അമോഡൈക്വിൻസ്. സോ ഇതിൽ ഏത് ഡ്രഗാണ് വരിക? 8 അമിനോ ക്വിനോളിൻ വരുന്നത്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി അല്ലേ, പ്രൊമാക്വിനാണ് 8 അമിനോ ക്വിനോളിൻ ഡെറിവേറ്റീവിൽ വരുന്ന ഡ്രഗ്. ഓക്കെ, അടുത്ത് ആക്ടിവേഷൻ ഓഫ് TLC പ്ലേറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഈസ് ഡൺ ഡിപ്പിംഗ് ഇൻ ഡെവലപ്പിംഗ് സോൾവെൻറ്റ്, ഇൻക്രീസിംഗ് ദ കൈറാലിറ്റി, ഹീറ്റിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, ആഡിങ് ഫ്ലൂറസൻ ഡൈസ്. സോ നമുക്ക് ഒരു TLC പ്ലേറ്റ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ, സോ അതൊക്കെ പഠിക്കാനുണ്ട്. സോ ഹീറ്റിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഡാഷ് ആർ യൂസ്ഡ് ഇൻ ദ qualitative analysis to find out whether the compound belong to the homologous series. ഓക്കെ, ഹോമോലോഗസ് സീരീസിൽ പെട്ട, അതായത് ഒരേ സീരീസിൽ പെട്ട ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് വാല്യൂ ആണ് അല്ലേ? RX വാല്യൂ ആണോ, RM വാല്യൂ ആണോ, RF വാല്യൂ ആണോ, RA വാല്യൂ ആണോ? ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം RX വാല്യൂ നമ്മൾ എന്തും വിളിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് റിട്ടൻഷൻ വാല്യൂ അല്ലേ. റിട്ടൻഷൻ വാല്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ RX, ION കേട്ടോ. റിട്ടൻഷൻ വാല്യൂ ആണ് നമ്മുടെ RX വാല്യൂ. അതെന്താണ് സംഭവം? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സൊല്യൂട്ട് സാമ്പിൾ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സാമ്പിൾ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സ്റ്റാൻഡേർഡ്. ഇതാണ് നമ്മുടെ എന്ത് വാല്യൂ? ദാറ്റ് ഈസ് RX വാല്യൂ നമ്മൾ പറയുന്നത്. ഓക്കെ, RM വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ RM വാല്യൂ പിന്നെ RF വാല്യൂ പറയണം. RF വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് റിട്ടാർഡേഷൻ ഫാക്ടർ. ഓക്കെ, റിട്ടാർഡേഷൻ ഫാക്ടർ എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സൊല്യൂട്ട് എന്തോരം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സോൾവെൻറ്റ്. ഓക്കെ, ഇത് സാമ്പിൾ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് RX വാല്യൂ, അതായത് റിട്ടൻഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. എന്നാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ, ഒരു സാധനത്തിൻ്റെ സൊല്യൂട്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കമ്പയർ വിത്ത് സോൾവെൻറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയുക? RF വാല്യൂ നമ്മൾ പറയുന്നത്, അതായത് റിട്ടാർഡേഷൻ ഫാക്ടർ. ഓക്കെ, സോ ഈ RF വാല്യൂ എന്നാണ് നമ്മൾ RM വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഈ RM വാല്യൂ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്? ഒരേ തരത്തിൽ ഒരേ ഹോമോലോഗസ് സീരീസിൽ പെട്ട കോമ്പൗണ്ട് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് RM വാല്യൂ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. RA വാല്യൂ എന്ന് പറഞ്ഞ വാല്യൂ ഇല്ല, ബട്ട് RM വാല്യൂ എന്ന് പറഞ്ഞാൽ ഹോമോലോഗസ് സീരീസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് എന്താണ് RM വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ദ വിഷ്വലൈസിംഗ് റിയേജൻറ്റ് ഫോർ ദ കാർഡിയക് ഗ്ലൈക്കോസൈഡ് ഈസ്. ഓക്കെ, ഫെറിക് ക്ലോറൈഡ് 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രോസിൻ നിൻ ഹൈഡ്രിൻ 3,5 ഡൈനൈട്രോ ബെൻസോയിക് ആസിഡ്. സോ കാർഡിയക് ഗ്ലൈക്കോസൈഡിൻ്റെ ടെസ്റ്റുകൾ പഠിക്കുമ്പോൾ നമ്മൾ ഏതാണ് വിഷ്വലൈസിംഗ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യുന്നത് കാർഡിയക് ഗ്ലൈക്കോസൈഡിൽ? സോ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 3,5 ഡൈനൈട്രോ ബെൻസോയിക് ആസിഡാണ്. നമ്മൾ കെഡീസ് റിയേജൻറ്റ് നമ്മളിതിന് പറയും, കെഡീസ് റിയേജൻറ്റ്. സോ നമ്മൾ കെഡീസ് റിയേജൻറ്റ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാർഡിയക് ഗ്ലൈക്കോസൈഡിൻ്റെ ഇത് എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റായിട്ട് യൂസ് ചെയ്തതാണ്. അതിൽ നമ്മൾ വിഷ്വലൈസിംഗ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യുന്നത് 3,5 നൈട്രോ ബെൻസോയിക് ആസിഡാണ്. ഓക്കെ, ദ നോൺ പോളാർ സ്റ്റേഷനറി ഫേസ് യൂസ്ഡ് ഇൻ ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി ഈസ്. ഓക്കെ, പോളിഡൈമീഥൈൽ സിലോക്സിൻ, പോളി എഥിലിൻ ഗ്ലൈക്കോൾ, പോളിപ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ, പോളിവിനൈൽ പൈറോളിഡിൻ. സോ നമ്മൾ ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിലേതാണ് നോൺ പോളാർ സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? പോളിഡൈമീഥൈൽ സിലോക്സിൻ ആണ് കേട്ടോ. അടുത്തത് ഡാഷ് ഈസ് ദ ഹൈപ്പോതെറ്റിക്കൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കോളം ഇൻ ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി. സ്റ്റേഷനറി ഫേസ്, തിയററ്റിക്കൽ പ്ലേറ്റ്, മൊബൈൽ ഫേസ്, ആക്ടിവേറ്റഡ് പ്ലേറ്റ്. സോ ഹൈപ്പോതെറ്റിക്കലായിട്ട് അതായത് ഉള്ള ഒരു ഫങ്ഷൻ യൂണിറ്റ് നമ്മൾ ഏതാണ് പറയുന്നത്? കോളത്തിൻ്റെ തിയററ്റിക്കൽ പ്ലേറ്റിന് നമ്മളൊരു ഹൈപ്പോതെറ്റിക്കൽ ഫങ്ഷൻ യൂണിറ്റ് നമ്മൾ കോളത്തിൻ്റെ ക്രോമാറ്റോഗ്രാഫി പറയുന്നത്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ദ ഫിംഗർ പ്രിൻറ്റ് റീജിയൻസ് ഓഫ് IR സ്പെക്ട്രോസ്കോപ്പി. സോ നമ്മളിത് എയിംസ് ഫാർമസിസ്റ്റിൻ്റെ എക്സാമിന് ഡിസ്കസ് ചെയ്യുന്നത് എയിംസ് ആയിക്കോട്ടെ RRB ആയാലും ഓൾമോസ്റ്റ് സെയിം സിലബസ് ആണ്. സോ ആ ഒരു കേസിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്പെക്ട്രോസ്കോപ്പി അനാലിസിസ് ഒക്കെ ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. സോ ഫിംഗർ പ്രിൻറ്റ് റീജിയൻസ് ഓഫ് IR സ്പെക്ട്രോസ്കോപ്പി ഏതാണ്? 100 സെൻറ്റിമീറ്റർ okay to 150 okay centimeter raised to -1. So 4000 to centimeters raised to -1 to 1600 centimeter raised to -1, 1500 centimeter raised to -1 to 400 centimeter raised to -1, 6000 to 4000 centimeter raised to -1. സോ ഈ ഒരു ഇതിൽ നമ്മൾക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ എന്ന് പറയുന്നത് എന്നാണ് 1500 മുതൽ 400